Hello, my dear students. Welcome to Canterbury School of English. Today, we discuss about Block 1, Unit 1 Characteristics of Academic Writing in English, Part 2. ഈ ഒരു യൂണിറ്റിൽ അക്കാഡമിക് റൈറ്റിങ്ങിനെ കുറിച്ചിട്ടും അതിൻ്റെ റോൾസിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ കീ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ റാനേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. Then creativity in academic writing, critical reading, റിസർച്ച് പ്രപ്പോസൽ, അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഞാനതിന് മറുപടി നൽകുന്നതായിരിക്കും. ഓക്കെ. So next is report writing. അക്കാഡമിക് റിപ്പോർട്ട്സ് നമ്മളുടെ എല്ലാ മേഖലകളിലും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. നമ്മളുടെ കോംപ്ലക്സ് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് അക്കാഡമിക് റിപ്പോർട്ടുകൾ ആവശ്യമാണ്. ദീസ് റിപ്പോർട്ട്സ് ഗൈഡ് us to readers through data analysis, then offering clear insights and recommendations. പല മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്ലിയർ ആയിട്ട് ഇൻസൈറ്റ്സ് കിട്ടാനും പല കാര്യങ്ങൾക്ക് റെക്കമെൻഡേഷൻ നടത്താനൊക്കെ റിപ്പോർട്ട് റൈറ്റിംഗ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ ബുള്ളറ്റ് പോയിന്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് റിപ്പോർട്ട് റൈറ്റിംഗിൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒഴിവാക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ അക്കാഡമിക് റിപ്പോർട്ടുകളുണ്ട്, ബിസിനസ് റിപ്പോർട്ടുകളുണ്ട്, ടെക്നിക്കൽ റിപ്പോർട്ടുകളുണ്ട്. അക്കാഡമിക് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇറ്റ് വോണ്ട്സ് ടു ഷെയർ നോളജ് ഫോക്കസിങ് ഓൺ ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് പ്രസൻറ്റേഷൻ, എയിം ഫോർ ഇംപാർഷ്യാലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. ഇതെന്ന് പറയുന്നത് നോളജ് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫോർമാലിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സബ്ജക്റ്റിനെ പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒബ്ജക്റ്റീവ് ആയിരിക്കും, ഇംപാർഷ്യൽ ആയിരിക്കും എപ്പോഴും റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ബിസിനസ് റിപ്പോർട്ടുകളുണ്ട്. ബിസിനസ് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ റെക്കമെൻഡേഷൻസ് ടു എയ്ഡ് ഡിസിഷൻസ് മേക്കിംഗ് ആൻഡ് ഡ്രൈവ് ആക്ഷൻസ്. ബിസിനസ്സിൽ ഇപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ബിസിനസ്സിലുണ്ടായ തകർച്ച അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. ടു മേക്ക് സം കൈൻഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ബിസിനസ് റിപ്പോർട്ടുകൾ. ടെക്നിക്കൽ റിപ്പോർട്ട്സ് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് പ്രോസസ്, മെറ്റീരിയൽസ് ആൻഡ് റിസൾട്ട്സ്. ഫോർ എക്സാമ്പിൾ ഒരു ലാബിൽ പുതിയൊരു എന്താണ് പറയുക, പുതിയൊരു ഇൻസ്ട്രുമെൻ്റ് അവർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടുപിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് അവർ ചെയ്യുന്ന ടെക്നിക്കൽ റിപ്പോർട്ടായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്, അതിൻ്റെ ഉള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ വരുന്ന ടെക്നിക്കൽ റിപ്പോർട്ടുകളാണ്. സോ അക്കാഡമിക് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഫോർമൽ ഷെയറിംഗ് ഓഫ് നോളജ് ആണ് വരുന്നത്. സ്ട്രക്ചേർഡ് പ്രസൻറ്റേഷൻ കാണും, ഇമ്പാർഷ്യൽ ആയിരിക്കും, ഒബ്ജക്റ്റിവിറ്റി കീപ്പ് ചെയ്യും. ബിസിനസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു ടേക്ക് എയ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രോസസ്, മെറ്റീരിയൽസ്, റിസൾട്ട്സുകളൊക്കെ വരുന്നതാണ്. ഈ റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് 10 ടൈറ്റിൽസ്. ഫസ്റ്റ് ഒരു ടൈറ്റിൽ പേജ് കാണാം. ടൈറ്റിൽ പേജിലാണ് നമ്മൾ നെയിം ഓഫ് ദ റിപ്പോർട്ട് എഴുതുന്നത്. ദെൻ എക്സിക്യൂട്ടീവ് സമ്മറി ഓർ ആബ്സ്ട്രാക്ട് ഓഫ് ദ റിപ്പോർട്ട് എന്ന് പറയും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ റിപ്പോർട്ടിൻ്റെ കണ്ടന്റും അതിൻ്റെ ഫൈൻഡിങ്സും ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതുന്നു. ദെൻ ഇൻട്രൊഡക്ഷൻ പേജ്, അതിൻ്റെ അകത്താണ് നമ്മൾ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ കൊടുക്കുന്നത്. ദെൻ മെത്തേഡ്, ഓരോ റിപ്പോർട്ട് തയ്യാറാക്കാനും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും ചൂസ് ചെയ്യുക. ഏത് തരത്തിലുള്ള പ്രോസസ് ഓഫ് മെത്തഡോളജിയാണ് യൂസ് ചെയ്തതെന്നും ഉള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ റിസൾട്ട്, ഇവിടെയാണ് നമ്മളുടെ ഫൈൻഡിങ്സ് അവിടെ, അതുപോലെ തന്നെ ടേബിൾസ്, ഫിഗേഴ്സ് ഇതൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് റിസൾട്ടിലാണ്. ദെൻ ഡിസ്കഷൻ സെഷൻ, ഇവിടെയാണ് നമ്മളുടെ റിസൾട്ടുകളും അതിൻ്റെ ഇംപ്ലിക്കേഷൻസും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസും ഒക്കെ കൊടുക്കുന്ന ഡിസ്കഷൻ സെഷൻ. ദെൻ കൺക്ലൂഷൻ, ഇവിടെ നമ്മളുടെ കീ പോയിന്റ്സും അതിൻ്റെ ഫൈൻഡിങ്സും ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് കൺക്ലൂഷനിലാണ്. റെക്കമെൻഡേഷൻ, ഫ്യൂച്ചർ സ്റ്റെപ്സ് ഓർ ആക്ഷൻസ് എന്തൊക്കെ നമ്മൾ എടുക്കണം അതിനെക്കുറിച്ച് പറയുന്നതാണ് റെക്കമെൻഡേഷൻ. പിന്നെ ലിസ്റ്റ് ഓഫ് സോഴ്സസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പറയുന്നതാണ് റഫറൻസ്. ദെൻ സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള മേഖലയാണ് അപ്പൻഡിസിസ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിരിക്കണം. റിപ്പോർട്ട് റൈറ്റിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിഫറെൻറ്റ് പർപ്പസ് ആൻഡ് സ്റ്റൈൽസ് ഓഫ് റിപ്പോർട്ട് ഉണ്ട്. റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ ഉണ്ട്. ടൈറ്റിൽ, ദെൻ ആബ്സ്ട്രാക്ട് സമ്മറി, ദെൻ ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്, റിസൾട്ട്, ഡിസ്കഷൻ, കൺക്ലൂഷൻ, റെക്കമെൻഡേഷൻ, റഫറൻസ് ആൻഡ് അപ്പൻഡിസിസ്. ദെൻ നമുക്ക് റിപ്പോർട്ട് എഴുതാനുള്ള ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യുക, കൺസൈസ് സ്ട്രെയിറ്റ് ഫോർവേഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഫോർമൽ ആയിരിക്കണം, എന്ന് വെച്ചാൽ ബ്രെവിറ്റി കീപ്പ് ചെയ്യണം, അതിനോടൊപ്പം തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡും ആയിരിക്കണം. ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുക, എന്ന് വെച്ചാൽ പാസീവ് വോയിസിന് പകരമായിട്ട് ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുക. ഓവർലി കോംപ്ലക്സ് സെൻറ്റൻസുകൾ ഒഴിവാക്കുക. നമുക്ക് എഴുതുമ്പോഴത്തേക്ക് ഹെഡിങ്സ് യൂസ് ചെയ്യാം, ലിസ്റ്റുകൾ തയ്യാറാക്കാം, അതുപോലെ തന്നെ ഗ്രാഫുകൾ, ചാർട്ടുകൾ, ടേബിൾസുകൾ, ഇങ്ങനെയുള്ള വിഷ്വൽ എയ്ഡ്സുകൾ നമ്മളുടെ റീഡബിലിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഗ്രാമർ, സ്പെല്ലിംഗ്, കൺസിസ്റ്റൻസി ഇതൊക്കെ ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യുക. റിപ്പോർട്ട് വെൽ ഓർഗനൈസ്ഡ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇൻറ്റൻറ്റഡ് ഓഡിയൻസ്, പറയാൻ പോകുന്ന ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു മെത്തേഡിലാണോ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കുക. അന്നേരം ഇത്രയേ ഉള്ളൂ. ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യുക, ബ്രിവിറ്റി കീപ്പ് ചെയ്യുക, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കുക, ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുക, കോംപ്ലക്സ് വെക്കാബുലറി ഉപയോഗിക്കാതിരിക്കുക, ഹെഡിങ്സ് യൂസ് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക, വിഷ്വൽ എൻഹാൻസ് ചെയ്യുന്ന തരത്തിൽ ടേബിൾസുകളും ചാർട്ട്സുകളും അത് ഡയഗ്രാംസ് യൂസ് ചെയ്യുക, ഗ്രാമർ, സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻസ് ഇതെല്ലാം പ്രൂഫ് റീഡ് ചെയ്ത് നന്നായിട്ട് കറക്റ്റ് ചെയ്യുക. വെൽ ഓർഗനൈസ്ഡ് ആണോ, ഇൻറ്റൻറ്റഡ് ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലാണോ ഇത് എഴുതിയിട്ടുള്ളതെന്ന് നോക്കുക. ദെൻ നെക്സ്റ്റ് സെഷനാണ് ബുക്ക് റിവ്യൂ. ബുക്ക് റിവ്യൂ എന്ന് പറയുന്നത് it assesses and evaluates the quality and significance of a book. Reviews generally range from 500 to 2000 words and focus on books' perspectives, argument, purpose, and contributions to literature. അന്നേരം സാധാരണ ഒരു ബുക്ക് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 മുതൽ 2000 വേർഡ്സ് വരെ ആയിരിക്കും അവിടെ ഉണ്ടാകുക. ഒരു ബുക്കിൻ്റെ പർട്ടിക്കുലർ ക്വാളിറ്റി അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, ആ ബുക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, അസസ് ചെയ്യാനാണ് ബുക്ക് റിവ്യൂ ചെയ്യുന്നത്. ഇതുവഴി ആ ബുക്കിനെ പറ്റി അതിന് നമ്മുടെ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ ആർഗ്യൂ ചെയ്യും, അതിൻ്റെ പർപ്പസിനെ കുറിച്ച് പറയും, ലിറ്ററേച്ചറിൽ ഇതിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. There are two primary approaches to writing a book review: ഡിസ്ക്രിപ്റ്റീവ് റിവ്യൂ ആൻഡ് ക്രിട്ടിക്കൽ റിവ്യൂ. ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം, നമുക്ക് 2 മാർക്സിനൊക്കെ ചോദിക്കാം. ഡിസ്ക്രിപ്റ്റീവ് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സമ്മറൈസസ് ദ ബുക്സ് പർപ്പസ്, അതോറിറ്റി, ഓഡിയൻസ് ആൻഡ് കീ ഐഡിയാസ് ഒബ്ജക്റ്റീവ്ലി. ബുക്കിൻ്റെ എഴുതാനുണ്ടായ പർപ്പസ് എന്താണ്, അതുപോലെ തന്നെ അതോറിറ്റീസ് ആരൊക്കെയാണ്, ഇതിൻ്റെ ഓഡിയൻസ് ആരൊക്കെയാണ്, ഇത് എഴുതിയ വ്യക്തിയെക്കുറിച്ച്, ഇതിൻ്റെ ഓഡിയൻസിനെ കുറിച്ച്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യുക. ഇവിടെയൊക്കെ നമ്മൾ വരുമ്പോൾ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഡയറക്റ്റ് കോട്ട്സുകൾ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഉള്ള എക്സാമ്പിൾസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് റിവ്യൂ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പുതുതായിട്ടൊന്നും നമ്മളുടേതായത് കൊടുക്കുന്നില്ല, മറിച്ച് ആ ബുക്കിലുള്ള കാര്യങ്ങൾ എന്താണ് അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുക, ഡിസ്ക്രൈബ് ചെയ്യുക, അത് ബുക്കിൽ നിന്ന് തന്നെ എക്സാമ്പിൾസ് ആയിട്ട് പല കാര്യങ്ങളും കോട്ട് ചെയ്ത് വെക്കുക. ഇനി ക്രിട്ടിക്കൽ റിവ്യൂ, ഇറ്റ് ഇവാലുവേറ്റ്സ് ബുക്സ് ആർഗ്യുമെന്റ്സ് ആൻഡ് ഇഫക്റ്റീവ്നെസ് ഇൻ മീറ്റിംഗ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, സപ്പോർട്ട്സ് ദ ക്രിറ്റിക്സ് വിത്ത് എവിഡൻസ് ഫ്രം ടെക്സ്റ്റ് ആൻഡ് കമ്പേഴ്സ് വിത്ത് അതർ റിസർച്ച്. ഇവിടേക്ക് വരുമ്പോൾ ബുക്കിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്, മറിച്ച് ബുക്കിൻ്റെ അകത്ത് പറയുന്ന കാര്യം എന്താണ്. ഫോർ എക്സാമ്പിൾ, ബുക്കിൽ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് പറയുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം വ്യക്തമായിട്ടാണ് പറയുന്നത്, ശരിക്കും ആ ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആയിട്ടാണോ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ആർഗ്യുമെന്റ് മറ്റുള്ള റൈറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് എങ്കിൽ അവരെ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുക, അതിനുള്ള എവിഡൻസ് കൊണ്ട് ഇദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ക്രിട്ടിക്കൽ റിവ്യൂവിൽ ചെയ്യുന്നത്. ദെൻ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ബുക്ക് റൈറ്റിങ്ങിന് പല സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് നോട്ട് ടേക്കിംഗ്, ദെൻ ഡെവലപ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ്. നോട്ട് ടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഐഡന്റിഫൈ ദ സെൻട്രൽ തീസിസ് ഓഫ് ദ ആർഗ്യുമെന്റ്, അസസ് ദ എവിഡൻസ് പ്രസന്റഡ് ആൻഡ് ഡിറ്റക്ട് ബൈ എനി ബയസസ്, ഇവാലുവേറ്റ് ദ ബുക്സ് കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ്. ആ ഒരു ബുക്കിൽ എന്ത് കാര്യമാണ്, എന്ത് ആർഗ്യുമെന്റ് ആണ് പറയുന്നത് എന്ന ആ ഒരു സെൻട്രൽ തീസിസ് ഓഫ് ആർഗ്യുമെന്റ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഈ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എവിഡൻസുകൾ, അദ്ദേഹം കുറേ എവിഡൻസുകൾ നിരത്തിയിട്ടുണ്ടാകും ബുക്കിന്റെ ഓഥർ. ആ എവിഡൻസുകളെല്ലാം അസസ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടോ, ബയസസ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ പറയുന്ന ബുക്ക് എന്തുമാത്രം കോൺട്രിബ്യൂഷൻ ആണ് പർട്ടിക്കുലർ ഫീൽഡിൽ നൽകിയതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ ഇതെല്ലാം നമ്മൾ നോട്ട് ടേക്കിംഗ് പ്രൊസീജിയറിലൂടെ പോവുകയാണ്. Then, development of an argument. It will discuss the book's strengths, weakness, omissions, and novel ideas. Identify issues for further study. ഈ ആർഗ്യുമെന്റ് എടുക്കുമ്പോഴത്തേക്ക്, ഫോർ എക്സാമ്പിൾ, റൈറ്റർ ചില കാര്യങ്ങളെ വിട്ടുപോയിട്ടുണ്ടാകും, ചില കാര്യങ്ങളെ റൈറ്റർ കുറച്ച് പറഞ്ഞിട്ടുണ്ടാകും, റൈറ്റർ ചില കാര്യങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകും, ചില കാര്യങ്ങൾ ഊന്നി പറഞ്ഞിട്ടുണ്ടാകും, സ്ട്രെങ്തും വീക്ക്നെസ്സും ഒമിഷൻസും, അതുപോലെ തന്നെ കുറച്ച് നോവൽ ഐഡിയാസ്, പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ ബുക്ക് റിവ്യൂ ചെയ്യുന്ന വ്യക്തി എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇഷ്യൂസിനെ എല്ലാം തന്നെ കാണിച്ചുകൊണ്ട് ഒരു ഫർദർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അതിനെപ്പറ്റി എഴുതുന്നു. ഇതാണ് ഈ ആർഗ്യുമെന്റ് സെക്ഷൻ്റെ അകത്തേക്ക് വരുന്നത്.
ദെൻ നമുക്ക് ഇനി ഈ റിവ്യൂവിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. It includes bibliographic information, summarize content and scope, note the research methods used, provide critical evaluation, examine the book's front and back matter, conclude with a summary of the book's purpose, main topics and achievements. ഇനി ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടേക്ക് വരുമ്പോൾ ബുക്കിൻ്റെ അകത്തുള്ള ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടന്റിനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മളൊന്ന് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. അതിൻ്റെ സ്കോപ്പൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുന്നു. അദ്ദേഹം ഉപയോഗിച്ച റിസർച്ച് മെത്തേഡിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളെയും ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബുക്കിൻ്റെ ഫ്രണ്ട് മാറ്ററും ബാക്ക് മാറ്ററും എന്ന് വെച്ചാൽ പ്രിഫസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ അപ്പൻഡിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫ്രണ്ട് മാറ്ററിലും ബാക്ക് മാറ്ററിലും അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങളെ എക്സാമിൻ ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു ഓർഗനൈസേഷൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ബുക്കിൻ്റെ പർപ്പസിനെ കുറിച്ചും അതിൻ്റെ മെയിൻ ടോപ്പിക്കിനെ കുറിച്ചും ഇതിൻ്റെ അച്ചീവ്മെൻറ്റിനെ കുറിച്ചും നമ്മളത് കൺക്ലൂഡ് ചെയ്യുന്നു. ദെൻ സപ്പോർട്ട് ദ ക്രിട്ടീക്ക്. എന്നിട്ട് ഇതെല്ലാം എഴുതിയതിന് ശേഷം ഞാൻ ഈ ബുക്കിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് എഴുതുന്നതെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കണം, എൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ആ റൈറ്റർ അതിന് എഴുതിയതിൻ്റെ അകത്ത് എന്തൊക്കെയോ ലാക്ക് ഉണ്ട്, അതിൻ്റെ അകത്ത് എന്തൊക്കെയോ വീക്ക്നെസ് ഉണ്ടെന്നാണ് ഞാൻ പറയാൻ പോകുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൊടുക്കണം. ചില കാര്യങ്ങളെ കമ്പയർ ചെയ്യണം. സോ യുവർ സ്പെസിഫിക് എക്സാമ്പിൾസ്, കോഡ്സ് ആൻഡ് കമ്പാരിസൺസ് ടു അതർ സ്റ്റഡീസ്. മെയിൻറ്റെയിൻ ക്ലിയർ, കൺസൈസ് ആൻഡ് അൺബയസ്ഡ് ലാംഗ്വേജ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കുന്നു, കോഡ്സ് കൊടുക്കുന്നു, കമ്പയർ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ദെൻ ഇവിടെ ക്ലിയർ ആയിരിക്കണം നമ്മുടെ ലാംഗ്വേജ്, അൺബയസ്ഡ് ആയിരിക്കണം. Then comes to the final assessment. Provide a final evaluation of the book's quality and the significance. Recommend the book to potential readers if appropriate. സോ ഇവിടെയൊക്കെ വരുമ്പോൾ ഫൈനൽ ഇവാലുവേഷൻ, ബുക്കിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ ഒക്കെ പറ്റി നമ്മളൊരു ഫൈനൽ ഇവാലുവേഷൻ കൊടുക്കുന്നു. അതിനുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ഓഡിയൻസിന് ഈ ഒരു ബുക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ബുക്ക് ചിൽഡ്രൻസ് ബുക്ക് ആണോ, ചിൽഡ്രൻസിന് വായിക്കാൻ പറ്റുന്ന ബുക്ക് ആണെങ്കിൽ മാത്രമേ അത് റെഫർ ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ചിൽഡ്രൻസ് ബുക്കായിട്ട് ഇറക്കി, പക്ഷേ അത് കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബുക്ക് അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു ഓഡിയൻസിന് റെഫർ ചെയ്യില്ല. സോ ഇതൊക്കെയാണ് ഫൈനൽ അസസ്മെൻറ്റിലേക്ക് വരുന്നത്. സോ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ബുക്ക് റിവ്യൂ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ടൈപ്സ് ഓഫ് ബുക്ക് റിവ്യൂ പറഞ്ഞു, ദെൻ സ്റ്റെപ്സ് ഇൻ ക്രിട്ടിക്കൽ ബുക്ക് റിവ്യൂ പറഞ്ഞപ്പോഴാണ് ഫസ്റ്റ് നോട്ട് ടേക്കിംഗ് ചെയ്യുക. ഒരു ബുക്കിൻ്റെ അകത്തുള്ള സെൻട്രൽ ആർഗ്യുമെന്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ അകത്ത് എവിഡൻസ് അദ്ദേഹം നിരത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കുക, ഈ ബുക്ക് എത്രമാത്രമാണ് ആ ഒരു പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം റൈറ്റർ എഴുതിയതിൻ്റെ അകത്തുള്ള സ്ട്രെങ്തും വീക്ക്നെസ്സും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് ഐഡിയാസും അദ്ദേഹം എന്തൊക്കെ ഇഷ്യൂസാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻ, സമ്മറി ഓഫ് ദ കണ്ടന്റ് ആൻഡ് ദ സ്കോപ്പ്, ദെൻ റിസർച്ച് മെത്തേഡ് യൂസ്ഡ് ബൈ ദ റൈറ്റർ, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, ദെൻ ഫ്രണ്ട് മാറ്റർ, അനാലിസിസ് ഓഫ് ഫ്രണ്ട് മാറ്റർ ആൻഡ് ബാക്ക് മാറ്റർ, ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഓർഗനൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഈ ഒരു സ്പെസിഫിക് എക്സാമ്പിൾസ്, കോഡ്സ്, ഇതിനെയൊക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ക്രിട്ടീക്കിനുള്ള സ്പെസിഫിക് എക്സാമ്പിൾസ്, കോഡ്സ് വിത്ത് അതർ റൈറ്റേഴ്സ്, അതർ സ്റ്റഡീസ്, ഇതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. ഇവിടെയൊക്കെ വരുമ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനോ ഒന്നും അതിൻ്റെ അകത്തേക്ക് വരാൻ പാടില്ല. എപ്പോഴും ഫോർ എക്സാമ്പിൾ, രണ്ട് റൈറ്റേഴ്സ്, അതിൻ്റെ അകത്ത് ഒരു റൈറ്ററിന് മറ്റൊരു റൈറ്ററോട് വിരോധം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇറക്കിയ ഒരു ബുക്കിനെ പറ്റി ഒരു ക്രിട്ടിക്കൽ റിവ്യൂ എഴുതുമ്പോൾ തൻ്റെ ഒരു പേഴ്സണൽ ബയസ് അവിടെ വരാൻ പാടില്ല, അൺബയസ്ഡ് ആയിരിക്കണം. ഓക്കെ, മെയിൻറ്റെയിനിങ് ക്ലിയർ, കൺസൈസ് ആൻഡ് അൺബയസ്ഡ് ലാംഗ്വേജ്. അതിനുശേഷമാണ് ബുക്കിൻ്റെ ക്വാളിറ്റിയും സിഗ്നിഫിക്കൻസും ഇവാലുവേറ്റ് ചെയ്യുന്നതും ഈ ഒരു ഇത് ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിന് അപ്രോപ്രിയേറ്റ് ആണെന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബുക്ക് റിവ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോക്കസ് ഓൺ ഇവാലുവേറ്റിംഗ് ദ ബുക്സ് ട്രീറ്റ്മെന്റ് ഓഫ് ടോപ്പിക്, പ്രൊവൈഡ് എ പെർസ്വേസീവ് അസസ്മെന്റ് ഓഫ് വർക്ക്സ് മെറിറ്റ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ടു അഡ്വാൻസ് നോളജ് ഇൻ ദ ഫീൽഡ്. സോ ഒരു ഈ ബുക്ക് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് ടോപ്പിക്കിനെ അഡ്രസ്സ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഈ വർക്ക് എങ്ങനെയാണ് ഒരു അഡ്വാൻസ് നോളജിൻ്റെ ഒരു പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് നോളജിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫീൽഡ് ഓഫ് നോളജിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇതൊക്കെ അസസ് ചെയ്യുന്നത്, ഇതെല്ലാം ബുക്ക് റിവ്യൂസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ ഇത്രയാണ് നമ്മുടെ ബുക്ക് റിവ്യൂസ് വരുന്നത്. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റൽ അനാലിസിസ് നോക്കാം. ടെക്സ്റ്റൽ അനാലിസിസ് ഡ്വെൽസ് ഇൻ ടു ദ ഡീപ്പർ മീനിങ് വിത്തിൻ ദ ടെക്സ്റ്റ് ആൻഡ് കവറിങ് ഹിഡൻ ലെയേഴ്സ് ബിനീത്ത് ദ സർഫസ്. ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഷോർട്ട് സ്റ്റോറി വായിച്ചു, അന്നേരം അതിൻ്റെ അകത്തേക്ക് സർഫസ് ലെയർ ഒരു മീനിങ് കാണും,
പക്ഷേ കഥാകാരൻ ഒരു സർഫസ് ലെയർ മീനിങ് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ഹിഡൻ മീനിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഡീപ്പർ മീനിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഡീപ്പർ മീനിങ്ങിൽ അൺകവർ ചെയ്യാൻ ശ്രമിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ടെക്സ്ച്വൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ക്രിട്ടിക്കൽ അനാലിസിസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ. കഥാകാരൻ ഇതിൻ്റെ അകത്തേക്ക് എന്ത് പറയാനാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ അത് അദ്ദേഹം ഇങ്ങനെ ഒരു സർഫസ് ലെയർ മറ്റൊരു കഥ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹിഡൻ മീനിങ്ങുകൾ ഒളിപ്പിച്ചിട്ടുണ്ടാവും. ഇതിനെ എംഫസൈസ് ചെയ്യുന്നതാണ് ടെക്സ്ച്വൽ അനാലിസിസ്. സോ ആദ്യം ഇതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. എങ്ങനെയാണ് നമ്മൾ ടെക്സ്ച്വൽ അനലൈസിസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഗെറ്റ് ടു നോ ദ ടെക്സ്റ്റ്. നമ്മൾ ആദ്യം ടെക്സ്റ്റിനെ ഒന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ സിനിമ ആണെങ്കിൽ സിനിമ കാണുക, അല്ലെങ്കിൽ പുസ്തകമാണെങ്കിൽ പുസ്തകം വായിക്കുക. So summarize the key events in 1 to 2 pages to recall the important details. Then create profile details, background, personalities, and roles. Then investigate the historical and cultural context of the text to understand the author's perspective. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഒന്ന് ആ ഒരു ബുക്ക് തറവായിട്ട് വായിച്ചതിന് ശേഷം ആ ബുക്കിൻ്റെ അകത്തുണ്ടാകുന്ന മെയിൻ ഇവൻസിനെ 1-2 പേജിൽ ചുരുക്കി ഒന്ന് എഴുതുക. പിന്നീട് അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ വ്യക്തിത്വം എന്താണ്, അവർ ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യുന്ന റോൾ എന്താണ്, ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു നോട്ട് തയ്യാറാക്കുക. അതിനുശേഷം ഇത് ഏത് സെറ്റിങ്ങിലാണ് ഈ കഥ നടക്കുന്നത്, സംഭവം നടക്കുന്നത്, ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ സെറ്റിംഗ് ഏതാണ്, ഇതിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഏതാണ്, ഇപ്പം ബ്രിട്ടീഷ് കാലത്താണോ നടക്കുന്നത്, അതോ കൊളോണിയൽ ഇന്ത്യയിലാണ്, പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യയിലാണ്, എവിടെയാണ് ഈ കഥ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഇത് അതിനൊക്കെ സഹായിക്കും. ദെൻ അതിനുശേഷം ആദ്യം നമ്മൾ ടെക്സ്റ്റിനെ മനസ്സിലാക്കി. ഇനി അതിൻ്റെ സെൻട്രൽ തീമിനെയാണ് നോക്കാൻ പോകുന്നത്. എക്സാമിൻ ലാംഗ്വേജ് ആൻഡ് പ്ലോട്ട്. Looking for recurring ideas and motifs to determine central themes like love, power, or good versus evil. Themes, these are underlying meaning or main ideas of the text and add depth to your analysis. ഇനി രണ്ടാമത് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് തീമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുന്നു. ഫോർ എക്സാമ്പിൾ റിക്കറൻ്റ് ആയിട്ട് വീണ്ടും വീണ്ടും ഒരു കാര്യം അതിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ അതാണ് ആ ഒരു ബുക്കിൻ്റെ തീം എന്ന് നമുക്ക് പറയാം. അതിൻ്റെ അകത്ത് കഥാകാരൻ്റെ മോട്ടീഫ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ മിക്കവാറും ലവ്, പവർ, ഗുഡ് വേഴ്സ് ഈവിൽ, വാർ, ഇതൊക്കെ തീമുകളായിട്ട് വരും. ദെൻ ചൂസ് യുവർ എക്സാമ്പിൾസ്. നമുക്ക് എക്സാമ്പിൾസ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഫോർ എക്സാമ്പിൾ സെലക്ട് കോഡ്സ് ആൻഡ് എക്സാമ്പിൾസ് ദറ്റ് ക്ലിയർലി റിലേറ്റ് ടു സെൻട്രൽ തീം. Analyze literary techniques. Identify techniques like metaphor, imagery, symbolism. Use TEE. TEE means a technique, example, effect, table to organize your example and analysis. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വർക്ക് എടുത്തിട്ട് ആ വർക്കിൻ്റെ അകത്ത് കഥാകാരൻ എഴുതിയിട്ടുള്ള വാർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ സ്റ്റഡി നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ ജോർജ് ബെർണാഡ് ഷായുടെ ആംസ് ആൻഡ് ദ മാൻ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വാർ കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലവ് എന്ന് പറയുന്ന ഒരു തീം ഓഫ് കോൺസെപ്റ്റും വരുന്നുണ്ട്. വാർ ആൻഡ് ലവ് തീം ഓഫ് കോൺസെപ്റ്റ് ആണ് വരുന്നത്. അന്നേരം ഞാൻ എടുക്കുകയാണ്, എനിക്ക് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വാർ കോൺസെപ്റ്റ് കണ്ടു, അതുപോലെ തന്നെ ലവ് കോൺസെപ്റ്റ് കണ്ടു. വാറിനെ പറ്റിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ വാറിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ. അന്നേരം അതിൻ്റെ സെൻട്രൽ തീം വാറായിട്ട് എടുക്കുന്നു. എന്നിട്ട് ഈ വാറുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ മെറ്റഫേഴ്സ് ആണ് അത് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഇമേജറീസ് വരുന്നുണ്ട്, ഏതൊക്കെ സിംബോളിസം വരുന്നുണ്ട്, അതുപോലെ തന്നെ വാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഡ്സുകൾ ഏതൊക്കെയാണ് ഇത് വരുന്നത്, ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഒരു ടാബുലാർ കോളം പോലെ എഴുതി വെക്കാൻ. ഏത് ടെക്നിക്കാണ് അദ്ദേഹം അവിടെ യൂസ് ചെയ്തത്, ടെക്നിക്, എക്സാമ്പിൾ, ഇഫക്റ്റ്, ഇങ്ങനെ 3 കോളംസ് എഴുതിയിട്ട് വരച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് നോട്ട് ഡൗൺ ചെയ്യുകയാണ്. ദെൻ bring it all together. Use your examples and analysis to support your overall argument about the themes and purpose of the text. നമ്മുടെ ഈ ഒരു എക്സാമ്പിൾസും നമ്മുടെ ഈ അനാലിസിസും ഒക്കെ ഉപയോഗിച്ച് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു തീമിനെയും ടെക്സ്റ്റിനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ കൺസിഡർ ദ റീഡർ ഇമ്പാക്റ്റ്. റിഫ്ലക്ട് ഓൺ ഹൗ ദ ടെക്സ്റ്റ് എലമെന്റ്സ് അഫക്ട് ദ റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്. ഈ ഒരു ടെക്സ്റ്റിൻ്റെ അകത്തുള്ള എലമെന്റ്സ് വായിച്ചാൽ റീഡേഴ്സിനെ എങ്ങനെ മനസ്സിലാകും, റീഡേഴ്സിനെ ഏത് രീതിയിലാണ് മനസ്സിലാകുന്നത്, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാം. അന്നേരത്തേക്ക് നമ്മൾ ആദ്യം ടെക്സ്റ്റ് വായിച്ചു, അതിൽ നിന്ന് 1-2 പേജസിലേക്ക് ഇത് ചുരുക്കി, ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി, ക്യാരക്ടേഴ്സിൻ്റെ റോൾസ് മനസ്സിലാക്കി, അവരുടെ ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി,
എന്നിട്ട് നമ്മളുടെ ഓതറിന്റെ പെർസ്പെക്റ്റീവ്, എൻ്റെ പെർസ്പെക്റ്റീവിലല്ല മനസ്സിലാക്കേണ്ടത്, ഓതർ ഏത് പെർസ്പെക്റ്റീവിലാണോ എഴുതിയിരിക്കുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷമാണ് ഇതിൻ്റെ അകത്തെ തീം എന്താണ്, ലവ് ആണോ, വാർ ആണോ, പവർ ആണോ, ഏത് തീമാണ് വരുന്നത്, ആ ഒരു തീം അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഐഡിയ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്, അതിനെ മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ തീമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഡ്സ്, എക്സാമ്പിൾസ് കൊടുക്കുക. തീമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റഫറി, ഇമേജറി, സിംബോൾസും ഇതിനെയൊക്കെ TEE ടെക്നിക് അല്ലെങ്കിൽ ടെക്നിക് എക്സാമ്പിൾ ഇഫക്റ്റ് എന്ന് പറയും. ഇതിനെ ഒരു ടാബുലാർ കോളം പോലെ വരച്ച് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള തീംസും ഈ ഡീറ്റെയിൽസും എക്സാമ്പിൾസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ആർഗ്യൂ ചെയ്യാം, അനലൈസ് ചെയ്യാം. അതിനുശേഷമാണ് ഇത് റീഡേഴ്സിൽ എന്ത് ഇഫക്റ്റാണ് കൊണ്ടുവരുന്നതെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Then case studies. Case studies offer a practical way to apply theoretical knowledge to real world scenarios, bridging a gap between abstract concepts and concrete examples. കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു തിയറട്ടിക്കൽ നോളജിനെ നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നതിനെയാണ് റിയൽ വേൾഡിലേക്ക്, എന്ന് വെച്ചാൽ യഥാർത്ഥ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളുടെ ഉള്ളിലുള്ള തിയറട്ടിക്കൽ നോളജിനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയയെ കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസുകളായിട്ട് നമ്മൾ അവിടെ മാറ്റുകയാണ് ചെയ്യുന്നത്. There are different types of case studies: descriptive case study and a problem solving case study. Descriptive case study includes focus on exploring and detailing key aspects, events, and figures of particular scenario. Aim is to provide a thorough understanding without offering solution. So, descriptive case study എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു കാര്യം എന്ത് സംഭവിച്ചു, ഫോർ എക്സാമ്പിൾ എന്താണ് അവിടെ എന്താണ് സംഭവിച്ചത്, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്, അവിടെ ആ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇതിനെയൊക്കെ പറ്റി എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇവിടേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാര്യകാരണങ്ങളെ മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ പുതുതായിട്ട് നമ്മളൊന്നും ഓഫർ ചെയ്യുന്നില്ല, പുതിയ നോളജ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് കേസ് സ്റ്റഡിയാണ്. ഇതെന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമല്ല, എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഗോ ബിയോണ്ട് മിയർ ഡിസ്ക്രിപ്ഷൻ ടു അഡ്രസ് റിസോൾവ് ഇഷ്യൂസ്. ഇവിടെ ഡിസ്ക്രിപ്റ്റീവായിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഇഷ്യൂവിനുള്ള ഒരു റെസൊല്യൂഷനും കൂടെ, അല്ലെങ്കിൽ ഒരു അതിനുള്ള ഒരു സൊല്യൂഷൻ കൂടെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. And resolve issues, analyze the situation and propose practical recommendations that integrate academic theory with the real world practice. So ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു സിറ്റുവേഷനെയും ആ ഒരു പ്രാക്ടിക്കൽ റെക്കമെൻഡേഷനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വഴി നമ്മുടെ അക്കാഡമിക് തിയറിയിൽ എന്താണോ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ വളരെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം ഡിസ്ക്രിപ്റ്റീവ് കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അവിടെ ഇവൻസും ആസ്പെക്ട്സും ഫിഗേഴ്സും അവിടെയൊക്കെ ഉണ്ടായ സംഭവങ്ങളും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, അവിടെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ കൊടുക്കുന്നില്ല. പക്ഷെ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് വരുമ്പോൾ ഇത് ഡിസ്ക്രിപ്റ്റീവ് കേസ് സ്റ്റഡീസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം, ഇതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഇതിൻ്റെ അകത്ത് ആ ഒരു പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻവെസ്റ്റിഗേറ്റീവ് തറലി, അണ്ടർസ്റ്റാൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. ഈ ഒരു കേസ് സ്റ്റഡി നമ്മൾ ചെയ്യുന്നതാണ്. ഇൻവെസ്റ്റിഗേറ്റ് തറലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണോ ഒരു കാര്യം ചെയ്യുന്നത് അതുപോലെ ഓരോ ഫാക്റ്റുകളെയും അരിച്ചു പറക്കി പരിശോധിക്കുക. ഇവാലുവേഷൻ ദ സിറ്റുവേഷൻ ഇൻ ഡെപ്ത്, ആ ഒരു സിറ്റുവേഷൻ വളരെ ഇൻഡെപ്ത് ആയിട്ട് പരിശോധിക്കുക. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ജോസഫ് സിനിമയിൽ ജോജു ജോർജ്, അദ്ദേഹം ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സിറ്റുവേഷൻ അനലൈസ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് കാണുന്ന എൻട്രി എങ്ങനെയാണ് കാണിക്കുന്നത് ഇല്ലേ, അദ്ദേഹം ചെല്ലുന്നതും ഓരോ കാര്യങ്ങളും ഇങ്ങനെ വ്യക്തമായിട്ട് നോക്കുന്നതൊക്കെ മനസ്സിലാവും ഇല്ലേ. സോ ദാറ്റ് ഈസ് കൾഡ് എ കൈൻഡ് ഓഫ് എ കേസ് സ്റ്റഡിയാണ്. അതെല്ലാം വ്യക്തമായി നിരീക്ഷിച്ചതിന് ശേഷം അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കൺസിഡർ ദ നീഡ്സ്, വാല്യൂസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദോസ് ഇമ്പാക്റ്റഡ് ബൈ കേസ്, ടൈലർ യുവർ റെക്കമെൻഡേഷൻ ടു റെസണേറ്റ് വിത്ത് യുവർ ഇൻറ്റൻഡഡ് ഓഡിയൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇപ്പോൾ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം ഇല്ലേ, അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെയും കേസ് സ്റ്റഡീസ് നടത്താറുണ്ട്. ഇവിടെ എത്ര പേർക്ക് വീട് പോയി, എന്താണ് സംഭവിച്ചത്, അന്നേരം അവരുടെ നീഡ്സ്, വാല്യൂസ്, ഒബ്ജക്റ്റീവ്സ് ഇതിൻ്റെയും കൂടെ കാറ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഡഡ് ഓഡിയൻസിന് വേണ്ടിയിട്ട് ഉള്ള രീതിയിലായിരിക്കും കേസ് സ്റ്റഡീസ് നടത്തുക.
Then present your solutions clearly and directly, motivating the stakeholders to action. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് എടുക്കാം. അന്നേരം നമ്മൾ എഴുതുന്ന റിപ്പോർട്ട്, നമ്മളുടെ കേസ് സ്റ്റഡി, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ സൊല്യൂഷൻസ് തയ്യാറാക്കുന്നത്. അതിനെ ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആക്ഷൻ എടുക്കാൻ സാധിക്കുക. ഓക്കെ. അന്നേരം എല്ലാ ഫീൽഡിലും ഇങ്ങനെ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം പോലീസ് അവർ തയ്യാറാക്കുന്ന ആ ഒരു കേസ് സ്റ്റഡിയുടെ ബേസിലായിരിക്കും വെദർ ഇറ്റ് ഈസ് എ മർഡർ ഓർ ഇറ്റ് ഈസ് എ സൂയിസൈഡ്, ഇങ്ങനെയൊക്കെ അവർ തീരുമാനിക്കുന്നത്. അന്നേരം കേസ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഉള്ള ഒരു തിയറട്ടിക്കൽ നോളജിനെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കോൺക്രീറ്റ് കോൺസെപ്റ്റും ആബ്സ്ട്രാക്റ്റ് ഐഡിയാസും എക്സാമ്പിൾസും ആബ്സ്ട്രാക്റ്റ് ഐഡിയാസും തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ മേർജ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഡിസ്ക്രിപ്റ്റീവ് കേസ് സ്റ്റഡി ഉണ്ട്, പ്രോബ്ലം കേസ് സ്റ്റഡി ഉണ്ട്. അതിൻ്റെ അകത്ത് പ്രോബ്ലം കേസ് സ്റ്റഡിയിലാണ് ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിനുള്ള ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നത്. പലതരത്തിലുള്ള അപ്രോച്ചുകൾ ഇതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണോ നോക്കുന്നത്, അതുപോലെ എവറി ഫാക്റ്റിനെ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നീഡ്സും വാല്യൂസും ഒബ്ജക്റ്റീവ്സും അനുസരിച്ച് നമ്മളുടെ കേസ് തയ്യാറാക്കുന്നു. ഇൻറ്റൻറ്റഡ് ഓഡിയൻസിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നു. ലേറ്റർ നമ്മളുടെ സൊല്യൂഷൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് അവതരിപ്പിക്കുന്നു. ഈ ഒരു ഈ കേസ് സ്റ്റഡി എങ്ങനെയാണോ മുന്നോട്ട് പോയത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആക്ഷൻസ് എടുക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റിസർച്ച് പേപ്പർ. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞത് റാനേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റാനേഴ്സ് ഓഫ് റൈറ്റിംഗ്സ് ആണ്. ഓക്കെ, അക്കാഡമിക് റൈറ്റിംഗ്സ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എ റിസർച്ച് പേപ്പർ. ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് യുവർ റിസർച്ച്, ഡീറ്റെയിലിംഗ് ദ പ്രോസസ് ആൻഡ് ഫൈൻഡിങ്സ്. റിസർച്ച് പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് ചെയ്യുന്ന റിസർച്ചിൻ്റെ ഒരു കഥയായിട്ട് പറയുന്ന പോലെയാണ്. അവിടെ നമ്മളുടെ പ്രോസസ്സും ഫൈൻഡിങ്സും ഒക്കെ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ടാകും. ഒരു റിസർച്ച് പേപ്പറിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആബ്സ്ട്രാക്ട്, കീവേഡ്സ്, ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്സ്, റിസൾട്ട്, ഡിസ്കഷൻ, അക്നോളജ്മെന്റ്, റെഫറൻസ്. ആബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഒരു റിസർച്ച് പേപ്പറിന്റെ ഒരു കൺസൈസ് സമ്മറിയാണ് ആബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ആബ്സ്ട്രാക്റ്റിലേക്ക് വരുമ്പോൾ ആ റിസർച്ചിന്റെ പർപ്പസ് പറഞ്ഞിട്ടുണ്ടാവും, മെത്തേഡ് പറഞ്ഞിട്ടുണ്ടാവും, റിസൾട്ട് പറഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ എന്തെങ്കിലും കൺക്ലൂഷൻസ് ഉണ്ടെങ്കിൽ അതും കൊടുത്തിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസർച്ച് നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നു. ഒരു റിസർച്ച് പേപ്പർ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ആബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ആ റിസർച്ച് പേപ്പർ ഫുള്ള് നമുക്ക് വായിക്കേണ്ട. റിസർച്ച് പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ ആബ്സ്ട്രാക്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ദെൻ കീവേഡ്സ് എന്ന് പറയുന്നത് ലിസ്റ്റ് ടേംസ് റിലേറ്റഡ് ടു യുവർ റിസർച്ച് ടു ഹെൽപ്പ് അതേഴ്സ് ഫൈൻഡ് യുവർ പേപ്പർ. നമ്മുടെ ആ ഒരു കീവേഡ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ റിസർച്ചിൻ്റെ അത് നമ്മൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള കണ്ടന്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ കീവേഡ്സ് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റാഷണൽ ഓഫ് യുവർ റിസർച്ച്, ഔട്ട്ലൈനിങ് ദ പ്രോബ്ലം ഓർ ക്വസ്റ്റ്യൻ യു ആർ അഡ്രസ്സിങ് ആൻഡ് ഇറ്റ്സ് എ സിഗ്നിഫിക്കൻസ്. നമ്മുടെ പ്രോബ്ലം എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് അഡ്രസ്സ് ചെയ്യുന്നത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പേജിൽ പറയുന്നത്. ദെൻ ഇൻട്രൊഡക്ഷൻ ആ ഒരു പാർട്ടിൽ നമ്മൾ പറയുന്നത്. ദെൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓരോ റിസർച്ചിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തഡോളജി ആയിരിക്കും ചൂസ് ചെയ്യുക. നമ്മൾ ഏത് പ്രൊസീജിയറിലൂടെയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്തത്, എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്തത്, അത് അനലൈസ് ചെയ്യാൻ എന്ത് തരത്തിലുള്ള ടെക്നിക്സ് ആണ് യൂസ് ചെയ്തത്, ഇതാണ് മെത്തേഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ റിസൾട്ട്സിലാണ് ഫൈൻഡിങ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫൈൻഡിങ്സ് ഓഫ് റിസർച്ച് പറയാനായിട്ട് നമുക്ക് അപ്രോപ്രിയേറ്റ് ഡേറ്റയും എവിഡൻസും ഒക്കെ കൊടുക്കാം. ഇവിടെ ടേബിൾസും ഫിഗേഴ്സും ഒക്കെ നമ്മൾക്ക് കൊടുക്കുന്ന റിസൾട്ടിലാണ്. Then discussion, interpret the results, explaining their implications and how they contribute to existing knowledge, address any limitations and suggest areas for further research. ഈ ഡിസ്കഷൻ മേഖലയിലാണ് നമ്മുടെ റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എക്സിസ്റ്റിംഗ് നോളജിനെ ഇത് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇതിന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ, ഫർദർ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു റിസർച്ച് അല്ലെങ്കിൽ റിസർച്ച് പേപ്പറിൽ ഡിസ്കഷൻ ഏരിയയിലാണ്. Then acknowledgement, recognize contributions from individuals or organizations that support your research. അതുപോലെ തന്നെ ഇപ്പം UGCയുടെ ഫണ്ട് കിട്ടിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഫെലോഷിപ്പ് കിട്ടിയിട്ട് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടാണ് ഒരാൾ ഒരു റിസർച്ച് പേപ്പർ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ആ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ അക്നോളജ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, ദാറ്റ് സപ്പോർട്ട് യുവർ റിസർച്ച്. ദെൻ റെഫറൻസ്,
ലിസ്റ്റ് ഓൾ ദ സോഴ്സസ് സൈറ്റഡ് ഇൻ യുവർ പേപ്പർ എൻഷുറിങ് പ്രോപ്പർ സൈറ്റേഷൻ ഫോർമാറ്റ്. നമുക്ക് അറ്റ് ദി എൻഡ് നമ്മൾ റെഫറൻസിലേക്ക് എന്തൊക്കെയാണോ ഏതൊക്കെ വർക്കുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള അക്നോളജ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം റെഫർ ചെയ്യുക. പ്രോപ്പർ സൈറ്റേഷൻ, ഇപ്പോൾ APA സ്റ്റൈൽ ആയിക്കോട്ടെ MLA സ്റ്റൈൽ ആയിക്കോട്ടെ, നമുക്ക് എഴുതേണ്ടതിന് ഏത് മെത്തേഡ് ഓഫ് സ്റ്റൈലാണോ ചൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്ത് അതിനെ അവിടെ സൈറ്റ് ചെയ്യുക. റിസർച്ച് പേപ്പറും അതിൻ്റെ സ്ട്രക്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. ആബ്സ്ട്രാക്റ്റ്, കീവേഡ്സ്, ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്സ്, result, discussion, acknowledgement, then comes to reference. Then next is critical reading. Critical reading involves a deep and analytical approach to understanding text, whether fiction, literature or non-fiction. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഫിക്ഷൻ ആയിക്കോട്ടെ, നോൺ ഫിക്ഷൻ ആയിക്കോട്ടെ, ലിറ്ററേച്ചറിൽ എന്തും ആയിക്കോട്ടെ, അതിനെ വളരെ ഇൻഡെപ്ത് ആയിട്ട് ഡീപ്പ് ആൻഡ് അനാലിറ്റിക്കൽ അപ്രോച്ചിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് ക്രിട്ടിക്കൽ റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റൽ അനാലിസിസിനെക്കാട്ടിലുമൊക്കെ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫിക്ഷനിലും ലിറ്ററേച്ചറിലും ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു, നോൺ ഫിക്ഷനിൽ ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. ഫിക്ഷനിലാണെങ്കിൽ നമ്മളിതിനെ വളരെ ക്ലോസ് ആയിട്ട് വായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ പോകുന്നത് ഒരു പോയമാണെന്നുണ്ടെങ്കിൽ ആ പോയത്തിനെ ക്രിട്ടിക്കൽ റീഡിങ് ചെയ്യാനാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുക. അതിൻ്റെ ലാംഗ്വേജ്, വൊക്കാബുലറി ഇതൊക്കെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം. ദെൻ നമ്മളുടെ റിയാക്ഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഒരു പോയം വായിച്ചപ്പോൾ എൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു, അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഡിറൈവ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാകും, അതൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാസേജസ്, വേർഡ്സ് ഇങ്ങനെയൊക്കെ വല്ലതും കാണുവാണെങ്കിൽ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ദെൻ അതിൻ്റെ അകത്ത് പ്ലോട്ട്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ തീം എങ്ങനെയാണ്, ടോൺ എങ്ങനെയാണ് ഇൻ്റർ റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്, ഇതൊക്കെ കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് അനലൈസ് ചെയ്യുക. ദെൻ ഓതറിൻ്റെ ക്രിയേറ്റീവ് ഡിസിഷൻ എങ്ങനെയാണ്, ഓതർ ഇതിൻ്റെ അകത്ത് എങ്ങനെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു, ഓതർ ഇതിൻ്റെ അകത്ത് എന്താണ് പുതുമയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, അതാണ് ഓതേഴ്സ് ക്രിയേറ്റീവ് ഡിസിഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ദെൻ ഈ ഒരു വർക്കിനെ നമ്മൾ പലപ്പോഴും സൈലന്റ് റീഡിങ്ങിനേക്കാളുപരിയായിട്ട് ലൗഡ് റീഡിങ് ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻഡെപ്ത് മീനിങ് അല്ലെങ്കിൽ ഡീപ്പർ മീനിങ്ങിലേക്ക്, സിംബോളിസത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ റീഡ് ലൗഡ് ചെയ്യുക. ഇപ്പോൾ പോയമായാലും ശരി, അതിൻ്റെ ഒരു ടോണും ഇൻറ്റനേഷനും ഒക്കെ ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമുക്ക് അതിനെ റീഡ് ലൗഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു ടെക്സ്റ്റ് ഒരു ഓപ്പൺ മൈൻഡായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു അതിൻ്റെ അകത്ത് ഒരു ഡിഫറെൻ്റ് അപ്രോച്ച്, ഡിഫറെൻ്റ് ഒരു ഇൻ്റർപ്രിട്ടേഷൻ കണ്ടെത്താൻ ആയിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഫിക്ഷനിലും ലിറ്ററേച്ചറിലും ചെയ്യുന്നത്. അന്നേരം ജസ്റ്റ് ഒന്നും കൂടി നോക്കാം നമുക്ക്. നമ്മളൊരു ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുക, അതിൻ്റെ ലാംഗ്വേജ്, വൊക്കാബുലറിയിലൊക്കെ നോക്കുക. ഓരോ തവണ വായിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിയാക്ഷൻസ് നമുക്ക് ഉണ്ടാകുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് ഡെറൈവ് ചെയ്യുന്നുണ്ടോ, പുതിയ ഐഡിയാസ് വരുന്നുണ്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചില പാസേജുകളൊക്കെ വളരെ വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്, സിഗ്നിഫിക്കൻറ്റ് പാസേജുകൾ ഉണ്ടെങ്കിൽ, വേർഡ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് പ്ലോട്ട് എങ്ങനെയാണ് പോകുന്നത്, ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, ഇതിൻ്റെ തീം, ടോണ് ഇതൊക്കെ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഓതറിൻ്റെ ക്രിയേറ്റീവ് ഡിസിഷൻ എങ്ങനെയാണ്, അവരുടെ ആ ഓതർ പുതുതായിട്ട് ഇതിൻ്റെ അകത്ത് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഇതിൻ്റെ അകത്ത് ഉള്ള ഡീപ്പർ മീനിങ് മനസ്സിലാക്കാനായിട്ട് റീഡ് അലൗഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ഒരു വർക്കിനെ ഓപ്പൺ മൈൻഡിലായിട്ട് കാണുക. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ഓപ്പൺ മൈൻഡായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ജനറേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഈസ് എ നോൺ ഫിക്ഷൻ ടെക്സ്റ്റ്. നോൺ ഫിക്ഷൻ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കീവേഡ്സ് കണ്ടുപിടിക്കാം. അണ്ടർലൈൻ ആൻഡ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കീവേഡ്സുകളും മെയിൻ പോയിന്റ്സുകളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മെയിൻ ആർഗ്യുമെൻറ്റ്, കോർ ആർഗ്യുമെൻറ്റിനെ റീഫ്രേസ് ചെയ്യുക, നമ്മുടേതായ വേർഡ്സിലൊന്ന് റീഫ്രേസ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് സ്ട്രെങ്തൻ ആർഗ്യുമെൻറ്റ്, അതിൻ്റെ അകത്ത് അദ്ദേഹം എങ്ങനെയാണ് ഒരു കോർ ആർഗ്യുമെൻറ്റിനെ സ്ട്രെങ്ത് ചെയ്തിരിക്കുന്നത്, അതിന് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എവിഡൻസ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ ആ കൗണ്ടർ ആർഗ്യുമെൻറ്റിന് വേണ്ടുന്ന തരത്തിലുള്ള എവിഡൻസുകൾ, അതിനുള്ള പെർസ്പെക്റ്റീവ്സുകൾ, അതിൻ്റെ എക്സാമ്പിൾസ് ഇതെല്ലാം നമ്മൾ തയ്യാറാക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള കൗണ്ടർ ആർഗ്യുമെൻറ്റും അതിനുള്ള എക്സാമ്പിൾസും ഒക്കെ അതോറിറ്റേറ്റീവ് ആയിരിക്കും, റിലയബിൾ സോഴ്സിൽ നിന്നുള്ളതായിരിക്കും. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞു, ഇന്നൊരാൾ പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരാൾ പറഞ്ഞു, ഇങ്ങനെ പറയാൻ പാടില്ല. മറിച്ച് നമ്മൾ എടുക്കുന്ന ആ ഒരു മെറ്റീരിയൽ റിലയബിൾ സോഴ്സിൽ നിന്നും അതോറിറ്റേറ്റീവ് സോഴ്സിൽ നിന്നും ആയിരിക്കാം. എങ്കിൽ മാത്രമേ, ഫോർ അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് റിപ്പോർട്ടോ അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ റിലയബിൾ ഇൻഫർമേഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അങ്ങനെയാണ് നോൺ ഫിക്ഷൻ ടെക്സ്റ്റ് നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നത്.
ദെൻ അക്കാഡമിക് റൈറ്റിംഗിലെ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. While academic writing requires structure and formality, creativity can enhance the process and enrich your work. ഒരു അക്കാഡമിക് റൈറ്റിംഗിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അതിനൊരു കൊഹറൻറ്റ് യൂണിറ്റ് വേണം, സ്ട്രക്ചർ വേണം, ഫോർമാലിറ്റി കീപ്പ് ചെയ്യണം. പക്ഷെ എന്നിരുന്നാലും അക്കാഡമിക് റൈറ്റിംഗിൽ എന്തുകൊണ്ട് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഫസ്റ്റ് അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യം ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാൻ എന്തൊക്കെ കാര്യം വേണമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം, വിഷ്വൽ ടൂൾസ് യൂസ് ചെയ്യാം, നെററ്റീവ് അപ്രോച്ച് യൂസ് ചെയ്യാം, ഡ്രാഫ്റ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് യൂസ് ചെയ്യാം, കണക്റ്റിംഗ് ടു ക്രിയേറ്റിവിറ്റി ടു അനാലിസിസ്. ഇങ്ങനെയുള്ള മെത്തേഡിലൂടെ നമുക്ക് ക്രിയേറ്റിവിറ്റി അക്കാഡമിക് റൈറ്റിംഗിൽ കൊണ്ടുവരാം. അന്നേരം ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കളേഴ്സ്, ഷെയ്ഡ്സ്, ഡിസൈൻസ് നമുക്ക് നമ്മളുടെ ഐഡിയ ഓർഗനൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസുകൾ, കളേഴ്സ്, ഷേപ്സ്, ഡിസൈൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ തോട്ട്സ് ജനറേറ്റ് ചെയ്യുന്ന തരത്തിൽ, ക്യാപ്ചർ ചെയ്യുന്ന തരത്തിലുള്ള റൈറ്റിങ്സ് മെത്തേഡ്സ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വിഷ്വൽ ടൂൾസ് യൂസ് ചെയ്യാം, ഡയഗ്രാം, സ്റ്റോറി ബോർഡ്സ്, മൈൻഡ് മാപ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റീവ് തിങ്കിങ് ഇൻസ്പയർ ചെയ്യാൻ, റീഡേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്ന വിധത്തിൽ കൊടുക്കാം. അതുപോലെ തന്നെയാണ് നറേറ്റീവ് അപ്രോച്ച്. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോറി യൂഷ്വലി തുടങ്ങുമ്പോൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് റൈറ്റിംഗ് തുടങ്ങുമ്പോൾ ഒരു സ്റ്റോറി ആയിട്ട് തുടങ്ങാം. അതിനൊരു ബിഗിനിങ് കാണും, മിഡിൽ കാണും, എൻഡ് കാണും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനൊരു നറേറ്റീവ്, ഒരു കഥ പറയുന്നത് പോലെ നമുക്കത് ഫീൽ ചെയ്യും. ഒരു സ്ട്രക്ചർ കിട്ടും, അതിനൊരു കണ്ടന്റ് കിട്ടും. ദെൻ ഡ്രാഫ്റ്റിംഗ് ആൻഡ് എഡിറ്റിംഗ്. ഡ്രാഫ്റ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഏതൊരു വർക്ക് എഴുതിയാലും അതിൻ്റെ ഡ്രാഫ്റ്റ് ചെയ്യും, അതിനെ ഒരു ക്രിയേറ്റീവ് ഡ്രാഫ്റ്റായിട്ട് കൺഫേം ചെയ്യുക, അതിനെ ഒന്ന് കൺവേ ചെയ്യുക, ദെൻ അതിനെ ഒന്ന് റിഫൈൻ ചെയ്യുക. അതിന് പല പ്രോസസ്സുകളിലൂടെ പോകുന്നുണ്ട്. അതിനെ ഡിസ്ക്രിപ്റ്റീവ് ആക്കുക, അനലിറ്റിക്കൽ ആക്കുക, അതിൻ്റെ അകത്തുള്ള പല മെറ്റഫേഴ്സും ചേഞ്ച് ചെയ്യുക, അതിനൊരു ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് എഡിറ്റിംഗിലേക്ക് വരുന്നത്. ദെൻ കണക്റ്റിംഗ് ക്രിയേറ്റിവിറ്റി ടു അനാലിസിസ്. നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാകും. ആ ഒരു ക്രിയേറ്റിവിറ്റി അക്കാഡമിക് ഫോക്കസ് കൊടുത്തുകൊണ്ട് ഒന്ന് അനലൈസ് ചെയ്യുക. ക്ലിയർലി എക്സ്പ്ലെയിൻ ഹൗ ദീസ് എക്സാമ്പിൾസ് സപ്പോർട്ട് യുവർ തീസിസ് ഓർ ആർഗ്യുമെന്റ്സ്. നമ്മുടെ ഈ എക്സാമ്പിൾസ് എങ്ങനെയാണ് നമ്മുടെ തീസിസിനെ അല്ലെങ്കിൽ ആ ആർഗ്യുമെന്റ്സിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇത്രയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇൻ അക്കാഡമിക് റൈറ്റിംഗിലേക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലോജിക്കൽ തിങ്കിങ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അക്കാഡമിക് റൈറ്റിംഗിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു എസെൻഷ്യൽ സ്കില്ലാണ് ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് നമ്മളുടെ തോട്ട്സിനെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നു, കോൺക്രീറ്റ് എവിഡൻസ് ഉണ്ടാക്കാൻ പറ്റുന്നു. ലോജിക്കൽ ഫാലസീസ് എന്ന് വെച്ചാൽ ലോജിക്കലായിട്ട് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നു. കൗണ്ടർ ആർഗ്യുമെന്റ്സിനെ നേരിടാൻ, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ നമുക്ക് നമ്മളുടെ ആർഗ്യുമെന്റിനെ ഡിഫൈൻ ചെയ്യാനും അനലൈസ് ചെയ്യാനും സാധിക്കും. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ലോജിക്കൽ തിങ്കിങ് അക്കാഡമിക് റൈറ്റിംഗിൽ എങ്ങനെ കൊണ്ടുവരുന്നു? ക്ലാരിഫൈ യുവർ തോട്ട്സ് ബിഫോർ റൈറ്റിംഗ്. ഔട്ട്ലൈൻ യുവർ മെയിൻ ഐഡിയ, സപ്പോർട്ടിംഗ് പോയിന്റ്സ് ആൻഡ് എവിഡൻസ്. ദിസ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ എനി ഗ്യാപ്സ് ഇൻ യുവർ റീസണിങ്. നമ്മൾ ഒരു കാര്യം എഴുതുന്നതിന് മുമ്പ് നമ്മളുടെ മെയിൻ ഐഡിയ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് വെക്കണം. നമ്മുടെ മെയിൻ ഐഡിയ എന്താണെന്നൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ സപ്പോർട്ടിംഗ് പോയിന്റുകൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ആ സപ്പോർട്ടിംഗ് പോയിന്റ്സിനുള്ള എവിഡൻസുകൾ, അതിൻ്റെ എക്സാമ്പിൾസുകൾ, ഇതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്തൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. ഇനി എടുക്കുന്ന എവിഡൻസിൽ കോൺക്രീറ്റ് ആയിരിക്കണം. സപ്പോർട്ട് യുവർ ക്ലെയിംസ് വിത്ത് സോളിഡ് ഫാക്ട്സ് ആൻഡ് റിലയബിൾ ഡേറ്റ ഫ്രം റെപ്യൂട്ടബിൾ സോഴ്സസ് സച്ച് ആസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പം ഗവൺമെൻറ് സോഴ്സസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള റിലയബിൾ ഡേറ്റ, സോളിഡ് ഡേറ്റ നമ്മുടെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് എടുക്കുക. അതൊക്കെ എന്താ വെച്ചാൽ കോൺക്രീറ്റ് എവിഡൻസുകളാണ്. ഇതൊക്കെ ലോജിക്കൽ തിങ്കിങ്ങിനെ എൻഹാൻസ് ചെയ്യും. ഇനി ലോജിക്കൽ ഫാലസീസ്. ഫോർ എക്സാമ്പിൾ steer clear of reasoning errors like basing conclusions on anecdotal evidence or confusing correlation with causation. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എറേഴ്സുകൾ, കൺക്ലൂഷനിൽ ഉണ്ടാകുന്ന എറേഴ്സുകൾ, അതുപോലെ തന്നെ അനക്ഡോട്ടൽ എവിഡൻസ്, ഒരാളുടെ അനുഭവങ്ങൾ പറയുന്നത്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്യുവർ ബേസ്ഡ് ആയിട്ട് റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് എടുക്കുക. ഇനി നമുക്ക് എന്തെങ്കിലും കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം.
address the potential objections by refuting them with evidence. For example, if advocating for a new bike path tackled concerns about budget constraints head on. നമുക്ക് ഇപ്പോൾ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒബ്ജെക്ഷൻസ് വരാം, എവിഡൻസുകൾ നിരത്തുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പുതിയ ബൈക്ക് പാത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പക്ഷെ അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം, അല്ലേ? അന്നേരം നമ്മൾ പറയാണ്, നമുക്കിവിടെ ഈ ഒരു പഞ്ചായത്തിൽ പുതിയ ബഡ്ജറ്റ് വേണം, അല്ലെങ്കിൽ പുതിയൊരു ബൈക്ക് പാത്ത് വേണം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് പറയണ അതിനുള്ള ബഡ്ജറ്റില്ല. അന്നേരം ബഡ്ജറ്റിനെ പറ്റിയുള്ള ചർച്ച വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കൗണ്ടർ ആർഗ്യുമെന്റ്സ് നിരത്തുമ്പോഴത്തേക്ക് അതിനുള്ള എവിഡൻസുകൾ നോക്കുക. Then clearly define your arguments. First, robust evidence and consider opposing viewpoints and create well-rounded objective arguments. അന്നേരം നമ്മളുടെ ആർഗ്യുമെന്റ്സ് ക്ലിയർ ആയിരിക്കണം. എവിഡൻസുകൾ എപ്പോഴും നമ്മൾ ഫ്ലൈ അപ്പ് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം തന്നെ ഒപ്പോസിങ് വ്യൂ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയും നമ്മുടെ ഒബ്ജക്റ്റീവ് ആർഗ്യുമെന്റ്സിനെ നമ്മൾ എപ്പോഴും അതിൻ്റെ ബേസ് ചെയ്ത് തന്നെ സംസാരിക്കാനും ശ്രമിക്കുക. സോ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ഐഡിയയെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. അതിനൊരു സപ്പോർട്ടിംഗ് വ്യൂ പോയിന്റ്സ് കാണും. ആ സപ്പോർട്ടിംഗ് വ്യൂ പോയിന്റ്സിനുള്ള എക്സാമ്പിൾസുകൾ കണ്ടെത്തി വെക്കുക. ദെൻ അതിനുശേഷം അതിൻ്റെ കോൺക്രീറ്റ് എവിഡൻസുകളും അത് എടുക്കുന്നത് എപ്പോഴും റിലയബിൾ സോഴ്സസിൽ നിന്നായിരിക്കണം. നമുക്കൊരിക്കലും ലോജിക്കൽ ഫാലസീസ് ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും പേഴ്സണൽ കണക്ഷൻസോ അല്ലെങ്കിൽ നമ്മളുടെ ഓൺ ബേസിൽസ് നിന്നുള്ള എക്സ്പീരിയൻസ് നിന്നുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാൻ പാടില്ല. കൗണ്ടർ ആർഗ്യുമെന്റ്സിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിനെ ഡിഫൈൻ ചെയ്യാനും നമ്മളുടെ മെയിൻ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യാനും ശ്രമിക്കുക. ദെൻ ഡോക്യുമെന്റേഷനെ പറ്റി നിങ്ങൾ സെമസ്റ്റർ 2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അക്കാഡമിക് റൈറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ക്രെഡിബിലിറ്റി കിട്ടേണ്ട ഒരു മേഖലയാണ് ഡോക്യുമെന്റേഷൻ. നമ്മൾ കോട്ട് ചെയ്യുമ്പോഴും പാരഫ്രൈസ് ചെയ്യുമ്പോഴും സമ്മറൈസ് ചെയ്യുമ്പോഴും മറ്റൊരാളുടെ ഐഡിയ എടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇൻഡെക്സ് ചെയ്യുകയോ റെഫറൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയോ ഒക്കെ ചെയ്യണം, ഇല്ലേ? സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് സൈറ്റേഷൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഓതറിൻ്റെ ലാസ്റ്റ് നെയിമും പബ്ലിക്കേഷൻ ഡീറ്റെയിലും ഒക്കെ കൊടുക്കാറുണ്ട്. റെഫറൻസ് ലിസ്റ്റിലാണെങ്കിൽ ഫുൾ ബയോഗ്രാഫിക്കൽ ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്. ഓരോ ഡിസിപ്ലിനും പ്രത്യേകം ഡോക്യുമെന്റേഷൻ സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. APA സ്റ്റൈല് സോഷ്യൽ സയൻസിന് യൂസ് ചെയ്യുന്നുണ്ട്, MLA സ്റ്റൈൽ ഹ്യൂമാനിറ്റീസിന് യൂസ് ചെയ്യുന്നുണ്ട്, ചിക്കാഗോ ഹിസ്റ്ററിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ചിക്കാഗോ സ്റ്റൈലാണ്. ഓരോരുത്തർക്കും അവരുടേതായ ഫോർമാറ്റിംഗ് റൂൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് നോട്ട്സുകൾ തയ്യാറാക്കുന്നു, റിസർച്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ ടെമ്പററി ഇൻഡെക്സ്ഡ് സൈറ്റേഷൻ ഒക്കെ ഉണ്ടാകും. അത് നോക്കുന്നു. ആക്യുറേറ്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് റൈറ്റിംഗിലെ ഇൻറ്റഗ്രിറ്റിയെ നിലനിർത്തുന്ന കാര്യമാണ്. ഇനി ഡ്രാഫ്റ്റിംഗ് ആൻഡ് റിവൈസിംഗ് are key steps in creating effective academic writing. When drafting, set small goals, write regularly, and use outlines or pre-writing strategies. ഇത് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കണ്ടന്റ് കണ്ടു, അല്ല കണ്ടന്റ് വായിച്ചു, അതിനെപ്പറ്റി കാര്യങ്ങൾ എഴുതി, ഇല്ലേ? ഫസ്റ്റ് എഴുതുന്നത് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് ആണ്. ഡ്രാഫ്റ്റിങ്ങിൻ്റെ അകത്ത് നമ്മുടെ റെഗുലർ ഔട്ട്ലൈൻസ് നമ്മൾ എന്താണോ എഴുതാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമ്മളൊന്ന് എഴുതുന്നേ ഉള്ളൂ. പ്രീ റൈറ്റിംഗ് സ്ട്രാറ്റജീസ്, നമ്മുടെ ഐഡിയ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു റഫ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു. അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള പെർഫെക്ഷൻസ് ഇല്ല. ഒരു പ്രോബ്ലം ഏരിയാസ് ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാകും. അതൊക്കെ ലീവ് ചെയ്യുക. നമ്മുടെ നാച്ചുറൽ സ്റ്റൈലിൽ എഴുതി പോവുക. നിങ്ങൾ അതിൻ്റെ അകത്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായിക്കോട്ടെ, പങ്ക്ച്വേഷൻ എറേഴ്സ് ഉണ്ടായിക്കോട്ടെ, ഓക്കെ, ഐഡിയ വൈസ് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടായിക്കോട്ടെ, അതിനൊക്കെ നിങ്ങളങ്ങ് ഒമിറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുക. അതിനുശേഷം നിങ്ങൾ അതിന് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഒന്ന് റിവൈസ് ചെയ്യുക. ദെൻ അത് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഡ്രാഫ്റ്റ് റിവൈസ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് പ്രിന്റ് എടുക്കുമ്പോൾ ഒരു ഡബിൾ സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ പ്രിന്റ് എടുക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡബിൾ സ്പേസ്? അതിൻ്റെ അകത്ത് ഉള്ള നമ്മളുടെ ഒരു സജഷൻസ് ഒക്കെ ഒന്ന് മാർക്കപ്പ് ചെയ്യാനും എടുക്കാനും ഒന്ന് റീഡ് അലൗഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡബിൾ സ്പേസ് ഇട്ട് എടുക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം ഇതൊന്ന് ഉറക്കനെ വായിക്കുക. പിയേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ കൊടുത്തോ അല്ലെങ്കിൽ ലെക്ചേഴ്സിൻ്റെ ഇടയ്ക്ക് കൊടുത്തോ നമുക്കതൊന്ന് ഫീഡ്ബാക്ക് വാങ്ങിക്കാം. ദെൻ ഇതൊന്ന് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യുമ്പോഴത്തേക്കാണ് സമയത്താണ് നമ്മുടെ ഹയർ ഓർഡർ കൺസേൺസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, ക്ലാരിറ്റി, ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഫ്ലോ ഓഫ് ലോജിക്കൽ തോട്ട്സ്, ട്രാൻസിഷൻ ഓഫ് കണക്ഷൻ ഓഫ് ഐഡിയാസ്, ഇവിടെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഇറലവൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കളയുന്നു. വീണ്ടും ഇതിൻ്റെ റിവൈസ് ചെയ്യുന്നു. ക്ലാരിറ്റി, കോൺഷ്യസ്നെസ്, ആക്റ്റീവ് വോയിസ്, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കൊളാബറേറ്റീവ് റിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ റിവൈസ് ചെയ്തു, അതിനുശേഷം മറ്റൊരാളുടെ വായിക്കാൻ കൊടുക്കുന്നു. പിയർ റിവിഷൻ എന്നൊക്കെ പറയാം.
ഓക്കെ. അതുപോലെ കൊളാബറേറ്റീവ് റിവിഷൻ നടത്തുന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു സജഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ. അതുവഴി നമ്മളുടെ റൈറ്റിങ്ങിനെ കൂടുതൽ റിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ റിവിഷൻ ക്ലിയർ ആക്കാനും അക്കാഡമിക് മേഖലയിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അക്കാഡമിക് മേഖലയിൽ വളരാനും ഇത്തരത്തിലുള്ള ഡ്രാഫ്റ്റിങ്ങും റിവൈസിങ്ങും സാധിക്കും. സോ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. സോ ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.